ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഈ ഇടയായിട്ട് PSC എക്സാമിന് ചേരുംപടി ചേർക്കുക മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് നവോത്ഥാന നായകന്മാരും അവരുടെ ചില കൃതികളുമാണ് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ കൃത്യമായിട്ട് മാച്ച് ചെയ്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഓർഡർ തെറ്റിയിട്ടായിരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ശ്രീനാരായണ ഗുരുവിന്റെ ഒരു കൃതിയാണ് ദൈവചിന്തനം. ചട്ടമ്പി സ്വാമികൾ വേദാന്ത നിരൂപണം. ചട്ടമ്പി സ്വാമിയുടെ ഒരു കൃതിയാണ് വേദാന്ത നിരൂപണം. ഹെർമൻ ഗുഡർട്ടിന്റെ ഒരു കൃതിയാണ് സ്മരണവിദ്യ. പണ്ഡിറ്റ് കറുപ്പൻ ലങ്കാമർദ്ദനം പണ്ഡിറ്റ് കറുപ്പന്റെ ഒരു കൃതിയാണ്. ഇത് നേരെ ചോയ്സ് ആയിട്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, അതല്ലാതെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ചില പത്രങ്ങളും അവരുമായി ബന്ധപ്പെട്ട പത്രാധിപർ, സ്ഥാപകർ, ആ രീതിയിൽ ബന്ധപ്പെടുന്ന രീതിയിൽ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ആദ്യമായിട്ട് വരുന്നത് ചെക്കുലത്ത് കുഞ്ഞിരാമൻ, കേരള കൗമുദി. ദേവ്ജി ഭീംജി, കേരള മിത്രം. മൂർക്കോത്ത് കുമാരൻ, മിതവാദി. KC കുമാരൻ, കേരള പത്രിക. ഇനി അടുത്തത് ഇതുപോലെ തന്നെ ചില പ്രശസ്തമായ കൃതികളും അതിന്റെ രചയിതാക്കളുമാണ് നമുക്ക് നോക്കുന്നത്. രാഹുൽ പണ്ഡിത, അവർ മൂൺ ഹൗസ് ബ്ലഡ് ക്ലൗഡ്സ്. BR അബ്ദേക്കർ, അനിഹിലേഷ്യസ് ഓഫ് കാസ്റ്റ്. വളരെ ശ്രദ്ധിക്കുക, BR അബ്ദേക്കറുടെ ഒരു രചനയാണ് അനിഹിലേഷ്യസ് ഓഫ് കാസ്റ്റ്. അമർത്യ സെന്നിന്റെ ഒരു കൃതിയാണ് ആർഗ്യുമെന്റീവ് ഇന്ത്യൻ. രാമചന്ദ്ര ഗുഹ, ഗാന്ധി ബിഫോർ ഇന്ത്യ. ഇത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇത് അമർത്യ സെന്നിന്റെ ആർഗ്യുമെന്റീവ് ഇന്ത്യനും രാമചന്ദ്ര ഗുഹയുടെ ഗാന്ധി ബിഫോർ ഇന്ത്യ. എല്ലാ ക്വസ്റ്റ്യൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. BR അബ്ദേക്കറുടെ ആയാലും അനിഹിലേഷ്യസ് ഓഫ് കാസ്റ്റ് ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ച് നമുക്ക് ചോദിക്കാം. അത് ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാം. അപ്പൊ നമുക്ക് BR അബ്ദേക്കറിന് ആൻസർ ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതുപോലെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലാതെയും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, ശ്രീകാര്യം, തിരുവനന്തപുരത്താണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, കാസർഗോഡാണ്. പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം, കണ്ണൂരാണ്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം, കോഴിക്കോടാണ്. ഇനി വീണ്ടും കുറച്ച് നോവലുകള് അതിന്റെ രചയിതാക്കളുമായിട്ടാണ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത്. നിരീശ്വരൻ, VJ ജെയിംസ്. മീശ, S ഹരീഷ്. ഇത് പല പ്രാവശ്യം എക്സാമിന് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്, മീശ എന്ന നോവലിന്റെ രചയിതാവ് ആരാണെന്നും. അതുപോലെ ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ, ഇത് ആരുടേതാണെന്ന്. NS മാധവൻ. സമ്പർക്ക ക്രാന്തി, V ഷിനില. സമ്പർക്ക ക്രാന്തി ആരുടേതാണെന്ന് ചോദിച്ചാൽ V ഷിനില. ഇനി ചില പ്രശസ്തമായ സ്ഥാപനങ്ങൾ അവയുടെ സ്ഥാപകരുമാണ്. ബ്രഹ്മസമാജവും ആര്യസമാജവും അങ്ങനെയുള്ളതൊക്കെ. അതൊക്കെ പല പ്രാവശ്യം PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇനി അത് മാച്ച് ദ ഫോളോയിങ് പോലുള്ള പാറ്റേണിലേക്കും അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ. ആര്യസമാജം ദയാനന്ദ സരസ്വതി. പ്രാർത്ഥനാ സമാജം ആത്മാറാം പണ്ഡുരാഗ്. ദേവസമാജം ശിവനാരായൺ അഗ്നിഹോത്രി. ഇതെല്ലാം തന്നെ സമാജങ്ങളായതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്നും കൂടി ശ്രദ്ധിക്കുക. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്, സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ, ആര്യസമാജം ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം ആത്മാറാം പണ്ഡുരാഗ്, ദേവസമാജം ശിവനാരായൺ അഗ്നിഹോത്രി. ഇനി ഇതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സംഘടനകളും തന്നെയാണ് അടുത്തതും ഞാൻ ചോയ്സിൽ കൊടുത്തിരിക്കുന്നത്. ബ്രഹ്മസഭ അല്ലെങ്കിൽ ആത്മീയ സഭ, ഇത് രണ്ടും
സ്ഥാപിച്ചിരിക്കുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. നേരത്തെ നമ്മൾ ഒരു കാര്യം കൂടി രാജാറാം മോഹൻ റോയുടെ സൂചിപ്പിച്ചിരുന്നു. ഏതായിരുന്നു അത്? ബ്രഹ്മസമാജം. ബ്രഹ്മസമാജം സ്ഥാപിച്ചതും രാജാറാം മോഹൻ റോയ് ആണ്. അപ്പൊ ബ്രഹ്മസഭ, ആത്മീയ സഭ ഇവയുടെ സ്ഥാപകനും രാജാറാം മോഹൻ റോയ് ആണ്. അടുത്തത് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് വിവേകാനന്ദനാണ്. തിയോസോഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ ആനി ബസന്റിന്റെ ആണ്. വിശ്വഭാരതി രവീന്ദ്രനാഥ ടാഗോർ. പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. വിശ്വഭാരതി സർവകലാശാലയുടെ സ്ഥാപകൻ അങ്ങനെയൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. രവീന്ദ്രനാഥ ടാഗോർ. അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസ്, ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി സൂര്യസെൻ, ലാല ഹർദയാൽ, ഗദർ പാർട്ടി, സ്വരാജ് പാർട്ടി, CR ദാസ്. ഇതില് ലാല ഹർദയാൽ ഏത് പാർട്ടിയുടെ സ്ഥാപകനാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗദർ പാർട്ടി. ഗദർ പാർട്ടിയുടെ സ്ഥാപകൻ ലാല ഹർദയാൽ. അങ്ങനെ തിരിച്ചും ചോദിക്കാറുണ്ട്. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ ആരാണെന്ന് ചോദിക്കാറുണ്ട്. CR ദാസ്. ഈ രീതിയിലും ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ഇപ്പോൾ ഒരു PSCയുടെ ട്രെൻഡിങ്ങിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിൽ നമുക്കൊന്ന് പരിചയപ്പെടാം ക്വസ്റ്റ്യനെ. 42ാമത്തെ ഭേദഗതി അത് നമുക്കറിയാം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന്, മിനി ഭരണഘടന. 61ാമത്തെ ഭേദഗതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് പ്രായം 21 നിന്ന് 18 ആക്കിയത് ഏത് ഭേദഗതിയാണ്? 61ാമത്തെ ഭേദഗതിയാണ്. അപ്പോൾ ഈ ഭേദഗതി അല്ലാതെയും ഓപ്ഷൻസ് തന്നും ചോദിക്കാം. മാച്ച് ദ ഫോളോയിങ്ങിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരുത്താവുന്ന രീതിയിലും ചോദിക്കാം. 61ാമത്തെ ഭേദഗതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21 നിന്ന് 18 ആക്കി കുറച്ചതാണ്. അടുത്തത് 74ാമത്തെ ഭേദഗതി നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളെ സംബന്ധിക്കുന്നത്. നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളെ സംബന്ധിക്കുന്നതാണ് 74ാമത്തെ ഭേദഗതി. 91ാമത്തെ ഭേദഗതി മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതുമായി സംബന്ധിച്ചിട്ടുള്ളതാണ്. അടുത്തത് വീണ്ടും നമ്മൾ ചില കൃതികളും അവയുടെ രചയിതാക്കളുമായിട്ടാണ് പരിചയപ്പെടുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു മീശ എന്ന് പറയുന്ന നോവല് S. ഹരീഷ് എന്നുള്ളത്. അതുപോലെ ഒരു വെർജീനിയൻ വെയിൽക്കാലം ഏഴാംചേരി രാമചന്ദ്രൻ, നിരീശ്വരൻ VJ ജെയിംസ്, മായാമനുഷ്യർ N. പ്രഭാകരൻ, ആടുജീവിതം ബെന്യമൻ, ചെക്ക് ബുക്ക് വാസ്ദേവ് മോഹി. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. അടുത്ത സെക്ഷനിൽ നമുക്ക് ചോയ്സോട് കൂടിയിട്ടുള്ള ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഏത് ഏജൻസിക്കാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം 2 പ്രാവശ്യം ലഭിച്ചത്? നമുക്കറിയാം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഏറ്റവും കൂടുതൽ പ്രാവശ്യം ലഭിച്ചിരിക്കുന്നത് റെഡ് ക്രോസ് ആണ്. ഇവിടെ നമുക്ക് ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ഏജൻസികൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് വേണം നമുക്ക് ഇവിടെ ആൻസർ എടുത്ത് എഴുതാനായിട്ട്. അത് 2 പ്രാവശ്യം ലഭിച്ച ഏജൻസി ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് UNHCR എന്ന് പറയുന്ന സംഘടനയാണ്. എന്താണ് UNHCR? UNHCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിൽ വരുന്ന ഒരു ഏജൻസിയാണ്. അതായത് അഭയാർത്ഥികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസിയാണ്. അതായത് യുണൈറ്റഡ് നേഷൻസ് റെഫ്യൂജ് ഏജൻസി എന്നാണ് അതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ഈ സംഘടനയ്ക്ക് 2 പ്രാവശ്യം നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് UNHCR എന്ന് പറയുന്ന സംഘടനയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വനിതാ സംവരണ ബിൽ 2023 പാർലമെന്റിൽ നടപ്പിലാക്കിയത്? ഇവിടെ നമുക്ക് ഭേദഗതികൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് 106ാം ഭേദഗതി എന്നുള്ള ആൻസർ ആണ്. അപ്പൊ 106ാം ഭേദഗതിയാണ് വനിതാ സംവരണ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അത് പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1917 നടന്ന ബാൽഫർ പ്രഖ്യാപനം താഴെ പ്രസ്താവിച്ച ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ജൂതരാഷ്ട്ര രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ബാൽഫർ പ്രഖ്യാപനം. ഈ അടുത്തിടെ നടന്ന PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഓർത്തിരിക്കുക, ജൂതരാഷ്ട്ര രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടൂർ ദ ഫ്രാൻസുമായി ബന്ധപ്പെട്ടതിൽ ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ നമുക്ക് 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ആ 3 പ്രസ്താവനകളും അവിടെ ശരിയാണ്. 1903 ആരംഭിച്ചു പ്രശസ്തമായ സൈക്കിളോട്ട മത്സരമാണ്. അതുപോലെ 2024 ടൂർ ദി ഫ്രാൻസ് ആരംഭിക്കുന്നത് ഇറ്റലിയിൽ നിന്നാണ്. ഫ്രഞ്ച് ജനതയെ ഒന്നിപ്പിക്കുക എന്നതാണ് ഈ മത്സരത്തിന്റെ ലക്ഷ്യം. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. താഴെ പറയുന്നതിൽ ഭാരതീയ ന്യായ സംഹിതയുമായി INS ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അതില് ഓപ്ഷൻസ് നമുക്ക് 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിനകത്ത് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ശരിയായ പ്രസ്താവന മാത്രമേ വായിക്കുന്നുള്ളൂ. ഈ നിയമത്തിന്റെ ഒരു പ്രത്യേകതയാണ് ചില കുറ്റകൃത്യങ്ങൾക്ക് ഒരു നിശ്ചിത കാലയളവിലെ സാമൂഹ്യ സേവനം ശിക്ഷയായി വിധിച്ചിട്ടുണ്ട്. അടുത്തത് IT-യുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ ചാറ്റ് GPT-യുടെ പൂർണ്ണരൂപം, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ചാറ്റ് GPT, പക്ഷെ നമുക്ക് പൂർണ്ണരൂപം ഇവിടെ നമുക്ക് 4 എണ്ണം ഓപ്ഷൻസ് തന്നപ്പോൾ നമുക്ക് ഭയങ്കര ഡൗട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോം, ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോർമർ, ഇതാണ് അതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. അപ്പൊ ചാറ്റ് GPT-യുടെ ഫുൾ ഫോം ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ ഫുൾ ഫോം നമുക്ക് ഇവിടെ കാണുമ്പോൾ 4 ഒരേപോലെയാണ് ഇരിക്കുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗിഗ് എക്കണോമിയുമായി ബന്ധപ്പെട്ട ശരിയായത് തിരഞ്ഞെടുക്കുക. ഗിഗ് എക്കണോമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ ശരിയായ പ്രസ്താവന മാത്രമേ വായിക്കുന്നുള്ളൂ. ഓപ്ഷൻ എ മാത്രമാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഗിഗ് സമ്പദ് വ്യവസ്ഥ, ഗിഗ് എക്കണോമി ഒരു സ്വതന്ത്ര മാർക്കറ്റിംഗ് സംവിധാനമാണ്. മാത്രമല്ല ഓൺലൈൻ മാർക്കറ്റിംഗ് സംവിധാനം കൂടിയാണ്. അപ്പൊ അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിൽ തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് എയും ബിയും തെറ്റായ പ്രസ്താവനകളാണ്. 2020 ഫെബ്രുവരി 23 നടന്ന ദോഹ കരാർ പ്രകാരം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും സൈന്യം പിന്മാറാനും അഫ്ഗാനിസ്ഥാനിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാനും താലിബാനുമായി ധാരണയായി. ദോഹ കരാർ പ്രകാരം അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ അമേരിക്കയ്ക്കെതിരെ ഭീകരപ്രവർത്തനം നടത്താൻ ഒരു ശക്തികളെയും അനുവദിക്കില്ലെന്ന് താലിബാൻ ഉറപ്പ് നൽകി. അപ്പൊ എയും ബിയും മാത്രം. ഇത് PSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവരിൽ 1932 ഗാന്ധി സ്ഥാപിച്ച ഹരിജൻ സേവക് സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ്, അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ധ്യാൻ ശ്യാം ദാസ് ബിർള. താഴെ പറയുന്നവയിൽ 1932 ഗാന്ധി സ്ഥാപിച്ച ഹരിജൻ സേവക് സംഘിന്റെ ആദ്യ പ്രസിഡന്റ് ആരാന്നുള്ളതാണ് ധ്യാൻ ശ്യാം ദാസ് ബിർള. ഇനി നമുക്ക് കുറച്ച് സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോകാം. സയൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് PSC എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത് എപ്പോൾ? ലോകാരോഗ്യ ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ April 7 നമുക്കറിയാം. അപ്പൊ April 7 ഇവിടെ ഓപ്ഷൻസിൽ വരുന്നത് ഏതാണെന്ന് നോക്കിയാൽ മതി. അപ്പൊ ആൻസർ വരുന്നത് 1948. 1948 April 7 ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വായുവിലൂടെ പകരുന്ന രോഗമേത്? ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിനകത്ത് മുണ്ടിനീരാണ് വായുവിലൂടെ പകരുന്ന രോഗം. കട്ടപിടിച്ച രക്തത്തിലെ പ്രോട്ടീൻ ഏത്? കട്ടപിടിച്ച രക്തത്തിലെ പ്രോട്ടീൻ ഏതെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷനിൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും, ഫൈബ്രിൻ. ഇനി നമുക്ക് ഒരു 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ആ 3 പ്രസ്താവനകൾ നമ്മളോട് നോക്കിയിട്ട് ഏതാണ് അതിനകത്ത് കറക്റ്റ്, അതിനകത്ത് ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആർജിത പ്രതിരോധ ശേഷി രോഗശമനത്തെ തുടർന്നും നിലവിൽ വരികയുള്ളൂ. ആർജിത രോഗപ്രതിരോധ ശേഷി രോഗശമനത്തെ തുടർന്ന് നിലവിൽ വരികയുള്ളൂ. കൃത്രിമ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് രോഗപ്രതിരോധ വൽക്കരണം. ദുർബല രൂപത്തിലുള്ള രോഗാണുക്കൾ അടങ്ങിയ ദ്രാവകമാണ് വാക്സിൻ.
അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഈ മൂന്നും വരും. അതായത് ഇപ്പൊ 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, ആ 3 പ്രസ്താവനകളും വരും. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രക്തത്തിലെ അരുണ രക്താണുക്കളിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് അനിവാര്യമായ ധാതു ലവണം. ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് അനിവാര്യമായ ധാതു ലവണം ഏതാണെന്നുള്ളതാണ്. അത് ഇരുമ്പാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് അനിവാര്യമായ ധാതു ലവണം ഏതാണെന്നുള്ളതിന്റെ ആൻസർ ഇരുമ്പ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ചുവടെ തന്നിരിക്കുന്ന പോഷക ഘടകങ്ങളിൽ ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്നത് ഏത്? ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്നത് ഓപ്ഷൻ എ ആണ്, പ്രോട്ടീൻ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ചെറിയ മുറിവുണ്ടായാൽ പോലും നിലയ്ക്കാത്ത രക്തം ഭക്ഷണത്തിൽ ഏത് വിറ്റാമിൻ കൂടുതൽ ഡോക്ടർ നിർദ്ദേശിക്കുന്നത്? അതായത് മുറിവുണ്ടായി കഴിഞ്ഞാൽ നിലയ്ക്കാത്ത രക്തം വന്നു കഴിഞ്ഞാൽ അവിടെ ഏത് ഭക്ഷണത്തിന്റെ കുറവ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പൊ ഏത് ഭക്ഷണമാണ് ഡോക്ടർ അവിടെ ഉൾപ്പെടുത്താൻ പറയുന്നത് എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് വിറ്റാമിൻ കെ ഉൾപ്പെടുന്ന, അതായത് ഓപ്ഷൻ ഡി ആണ്, വിറ്റാമിൻ കെ ഉൾപ്പെടുന്ന ഭക്ഷണം ഉൾപ്പെടുത്താനായിരിക്കും ഡോക്ടർ നിർദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന്റെ തകരാറാണ് പ്രമേഹം എന്ന രോഗാവസ്ഥ ഉണ്ടാക്കുന്നത്? ഇത് ഇപ്പൊ പല പ്രാവശ്യം PSC ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ അടുത്തിടെ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന്റെ തകരാറാണ് പ്രമേഹം എന്ന രോഗാവസ്ഥ ഉണ്ടാക്കുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് ആഗ്നേയ ഗ്രന്ഥി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അപര്യാപ്തത രോഗം ഏത്? അപര്യാപ്തത രോഗം ഏത് എന്നുള്ള ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് മരാസ്മസ് ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതും PSC എക്സാമിന് ഈ അടുത്തിടെ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാം? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ബോയിൽ നിയമം. അക്വേറിയത്തിലെ വായു കുമിള ഉയരുന്നത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ പ്രതിഭാസം. അത് ബോയിൽ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത്, നിർവീര്യലായകമായ ജലത്തിന്റെ pH മൂല്യം 7 ആണ്. ഇവിടെ നമുക്ക് pH മൂല്യം, ജലത്തിന്റെ pH മൂല്യം എത്രയാണെന്ന് പല PSC എക്സാമിനും ചോദിക്കാറുണ്ട്. അത് 7 ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇവിടെ നമുക്കത് തന്നിട്ടുണ്ട്. പകരം ക്വസ്റ്റ്യൻ ഇതാണ്, ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്താൽ ലായനിയുടെ pH-ന് എന്ത് മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 7-നേക്കാൾ കുറയുന്നു. ആൻസർ 7-നേക്കാൾ കുറയുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ. രക്തത്തിലെ പ്ലാസ്മയിൽ കാണുന്ന ഒരു പ്രോട്ടീൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഗ്ലോബാലുമിൻ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? അതിന് ആൻസർ ആയിട്ട് വരുന്നത് മിസിൽസ് ആണ്. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹൃദപരവുമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതി. ഇപ്പൊ പല പദ്ധതികളും എക്സാമിന് ചോദിക്കാറുണ്ട്, ഗവൺമെന്റിന്റെ ഓരോ പദ്ധതികള്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹൃദപരവുമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണെന്നുള്ളത്. ആൻസർ വരുന്നത് ആർദ്രം. അടുത്ത ക്വസ്റ്റ്യൻ, വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് കണരോഗം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഭൂഗുരുത്വാകർഷണ ത്വരണം ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണ്? അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ധ്രുവ പ്രദേശങ്ങളിലാണ്. അടുത്തതായിട്ട് ഒരു സെക്ഷനും കൂടി ഉണ്ട്. ആ സെക്ഷനും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത സെക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 2024 കിട്ടിയ നോബൽ പ്രൈസിനെ കുറിച്ചാണ് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നോബൽ പ്രൈസ് 2024, അതിനകത്ത് അവാർഡ് ലഭിച്ചവരുടെ ഒരു ചെറിയൊരു വിവരണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
ഫിസിയോളജി, വൈദ്യശാസ്ത്രം ഈ വിഭാഗത്തിൽ കിട്ടിയിരിക്കുന്നത് ആർക്കാണെന്നുള്ളതാണ്. വിക്ടർ ആംബ്രോസ്, അതുപോലെ ഗാരി റവ്കൻ എന്നിവർക്കാണ് വൈദ്യശാസ്ത്രത്തിന്റെ നോബൽ സമ്മാനം കിട്ടിയിരിക്കുന്നത്. എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടിയിരിക്കുന്നത്? മൈക്രോ RNAകളുടെ കണ്ടെത്തലിനാണ് വിക്ടർ ആംബ്രോസിനും ഗാരി റവ്കനും നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തത് ഫിസിക്സിലെ നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത് ആർക്കാണെന്ന് നോക്കാം. ജോൺ ജെ ഹോപ്ഫീൽഡും ജെഫ്രി ഇ ഹിൻഡൻ. ഒന്നും കൂടെ ഓർത്തിരിക്കുക, ജോൺ ജെ ഹോപ്ഫീൽഡും ജെഫ്രി ഇ ഹിൻഡനും. അപ്പൊ ഹോപ്ഫീൽഡ്, ഹിൻഡൻ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആ ആൻസർ കാണുമ്പോൾ നമുക്കൊന്ന് തിരിച്ചറിയണം ആരാണ് ഭൗതിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടിയെന്നുള്ളത്. ജോൺ ജെ ഹോപ്ഫീൽഡിനും ജെഫ്രി ഇ ഹിൻഡനും സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്കൽ ആശയങ്ങൾ ഉപയോഗിച്ച് കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകളുടെ വികസനമായിരുന്നു അവരുടെ കണ്ടെത്തലുകൾ. ഇനി കെമിസ്ട്രിയിലെ കണ്ടുപിടുത്തം നമുക്ക് നോക്കാം. ഇനി അത് എന്തിനായിരുന്നു അവരുടേത്? കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ, അതായിരുന്നു ബെക്കറിൻ്റെതായിട്ട് വരുന്നത്. പ്രോട്ടീൻ ഘടനയുടെ പ്രവചനമായിരുന്നു ഹസാബിസിൻ്റെതായിട്ട് വരുന്നത്. ഹസാബിസും ഉണ്ട്, ജബ്ബറും ഉണ്ട്, അതായത് ജോൺ എം ജബ്ബറും ഉണ്ട്. അപ്പൊ 3 പേർക്കാണ് കെമിസ്ട്രിയിലെ നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഡേവിഡ് ബെക്കർ, ഡെമീസ് ഹസാബിസ്, ജോൺ എം ജബ്ബർ. അപ്പൊ ഇതിനെ ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾ ബെക്കർ എന്തായിരുന്നു? കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ ആൻഡ് പ്രോട്ടീൻ ഘടനയുടെ പ്രവചനം ആരായിരുന്നു? ഹസാബിസും ജബ്ബറുമായിരുന്നു. ഇനി അടുത്തത് സാഹിത്യം. സാഹിത്യത്തിന് നോബൽ പ്രൈസ് കിട്ടിയത് ഹാൻ കാങ്ങിനാണ്. അദ്ദേഹം ദക്ഷിണ കൊറിയൻകാരനാണ്. ചരിത്രപരമായ ആഘാതങ്ങളെയും മനുഷ്യജീവിതത്തിന്റെ ദുർബലതയും അഭിമുഖീകരിക്കുന്ന കാവ്യാത്മക ഗദ്യമാണ് ഈ പറഞ്ഞ ഹാൻ കാങ്ങിന് നോബൽ പ്രൈസിന് അർഹനാക്കി. ഇനി അടുത്തത് സമാധാനം. സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത് നിഹോൺ ഹിഡാൻക്യോ. അതൊരു ജപ്പാനീസ് സംഘടനയാണ്. അപ്പൊ സമാധാനത്തിന്റെ കാര്യം മിക്കവാറും PSC പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് സമാധാനത്തിന് 2024 നോബൽ പ്രൈസ് കിട്ടിയത് ഏത് സംഘടനയ്ക്കാണെന്നുള്ളതായിരിക്കും. അത് ജപ്പാനീസ് സംഘടനയ്ക്കാണ്, നിഹോൺ ഹിഡാൻക്യോ. അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. സാക്ഷിമൊഴികളിലൂടെ ആണവായുധങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതിനാണ് ഈ ജപ്പാനീസ് സംഘടനയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. നിഹോൺ ഹിഡാൻക്യോ ജപ്പാനീസ് സംഘടനയാണ്. സാക്ഷിമൊഴികളിലൂടെ ആണവായുധങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുമായി ബന്ധപ്പെട്ടാണ് സമാധാനത്തിനുള്ള 2024 നോബൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടത് ഡാരൻ അസൈമോഗ്ലി, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ ഇവർക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. സ്ഥാപനങ്ങളുടെ രൂപീകരണത്തെയും സമൃദ്ധിയിൽ അവയുടെ സ്വാധീനത്തെയും കുറിച്ചുള്ള പഠനങ്ങളാണ് അതിനകത്ത് വരുന്നത്. സ്ഥാപനങ്ങളുടെ രൂപീകരണത്തെയും സമൃദ്ധിയിൽ അവയുടെ സ്വാധീനത്തെയും കുറിച്ചുള്ള പഠനങ്ങളാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ വരുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.